ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ അടിമുടി ഒളിച്ചുകളി തുടരുകയാണ് സർക്കാർ. റിപ്പോർട്ട് നൽകാമെന്ന ഇന്നലെ രേഖാമൂലം റിപ്പോർട്ട് പ്രതിനിധിയെ അറിയിച്ച സർക്കാർ ഇന്ന് അവസാന മിനിറ്റിൽ മലക്കം മറിഞ്ഞു. റിപ്പോർട്ട് നൽകാനാവില്ലെന്ന് സാംസ്കാരിക വകുപ്പ് അറിയിച്ചു. നടി രഞ്ജിനിയുടെ ഹർജിയിൽ കോടതിയുടെ തീരുമാനം കാക്കുന്നു എന്നാണ് ന്യായീകരണം. റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ഒരു റോളുമില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് മന്ത്രി സജി ചെറിയാൻ. പിന്നെന്തിനാണ് ഈ ഒളിച്ചുകളി? ആർക്കാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ വെപ്രാളം? WCC അംഗം ആശ ആച്ചി, സാമൂഹിക പ്രവർത്തക കെ അജിത, അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ എന്നിവരാണ് നിലവിൽ ചർച്ചയിലുള്ളത്. കൂടുതൽ പേരെ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം ആദ്യം ഞങ്ങളുടെ പ്രതിനിധി റോഷി പാലിലേക്ക് പോവുകയാണ്. റോഷി, ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടർ TV ആവശ്യപ്പെട്ട റോഷി പാലാണ് ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നത്. അതുപ്രകാരം ഇന്ന് 11 മണിക്ക് റിപ്പോർട്ട് റോഷി പാലിന് കിട്ടേണ്ടതായിരുന്നു, പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന സാഹചര്യത്തിൽ. പക്ഷേ സർക്കാർ അക്കാര്യത്തിൽ മലക്കം മറിഞ്ഞു. ഇപ്പോൾ റിപ്പോർട്ട് നൽകുന്നതിൽ തനിക്ക് റോളില്ല എന്നുകൂടി സാംസ്കാരിക മന്ത്രി പറയുകയാണ്. എന്താണിന്ന് സംഭവിച്ചത്? സ്മൃതി, ഇന്നലെ വൈകിട്ടാണ് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും എനിക്ക് രാവിലെ 11 മണിക്ക് ഇന്ന് രാവിലെ 11 മണിക്ക് സാംസ്കാരിക വകുപ്പ് ഓഫീസിൽ എത്തി ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഏറ്റുവാങ്ങണമെന്ന നിർദ്ദേശം വന്നത്. 233 പേജാണ്. വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആ പകർപ്പ് ഏറ്റുവാങ്ങാൻ ഈ പണമടച്ച രസീത് കൂടി കയ്യിലുണ്ടാകണമെന്ന നിർദ്ദേശം. പക്ഷേ ഇന്നലെ രാത്രിയോടെ കാര്യങ്ങൾ പതുക്കെ മാഞ്ഞു തുടങ്ങി. ആശയക്കുഴപ്പം വന്നു റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ. കാരണം നടി രഞ്ജിനി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഹർജി നൽകിയതിനൊപ്പം തന്നെ രഞ്ജിനി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു. താൻ നിയമ പോരാട്ടം തുടങ്ങിയിരിക്കുന്നു, ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന ഒരാവശ്യം മുന്നോട്ട് വെക്കുന്നു. ഈ കാര്യത്തിൽ നിയമപരിശോധന രാത്രി തന്നെ സംസ്ഥാന സർക്കാർ തുടങ്ങുകയും രാവിലെ ഏതാണ്ട് 8:32 സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ടെലിഫോണിൽ വിളിച്ച് ഇന്ന് റിപ്പോർട്ട് ലഭ്യമാക്കാൻ സാഹചര്യമില്ല, നിലവിൽ രഞ്ജിനിയുടെ ഹർജി നിലനിൽക്കുന്ന കാരണത്താലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നറിയിക്കുന്നു. തുടർന്നാണ് നമ്മൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നത്. ഞാൻ നേരിട്ടെത്തി വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീമിന് പരാതി നൽകി. നിയമപരമായ ഒരു തടസ്സവുമില്ലാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് തടയുന്നത്? റിപ്പോർട്ട് എനിക്ക് അവകാശപ്പെട്ടതാണ്, അതിൻ്റെ പകർപ്പ് ലഭ്യമാക്കാൻ ഇടപെടണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സാംസ്കാരിക വകുപ്പിന് അടിയന്തരമായി നോട്ടീസ് നൽകിയത്. അടിയന്തര റിപ്പോർട്ട് തേടിയാണ് നോട്ടീസ് കൈമാറിയതും. ഏതായാലും തിങ്കളാഴ്ചയോടെ തന്നെ ഈ നോട്ടീസിൽ സാംസ്കാരിക വകുപ്പ് വിവരാവകാശ കമ്മീഷണർക്ക് മറുപടി നൽകാൻ, വിശദീകരണം നൽകാനാണ് സാധ്യത. ഞാൻ ഉൾപ്പെടെയുള്ള 8 മാധ്യമ പ്രവർത്തകരാണ് വിവരാവകാശ നിയമപ്രകാരം ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് അപേക്ഷ നൽകിയത്. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ മാസം 24-നായിരുന്നു റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭ്യമാക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ അതിന് ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നതോടെ മാറ്റിവെക്കുകയായിരുന്നു. ഒടുവിൽ ഹൈക്കോടതി പച്ചക്കൊടി കാണിച്ചതോടെ 13-നാണ് ഹൈക്കോടതി ഉത്തരവ് വന്നത്. 7 ദിവസത്തിനകം ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അപേക്ഷ നൽകിയവർക്ക് കൈമാറണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ആ 7 ദിവസം പൂർത്തിയാകുന്നത് 20-നാണ്. അതുകൊണ്ട് തന്നെ ഇനി തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ഈ കാര്യത്തിൽ ഒരു തീരുമാനം സാംസ്കാരിക വകുപ്പ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ. അതല്ലെങ്കിൽ ഈ നിയമ പോരാട്ടം അവസാനിച്ചാൽ അതിൽ ഒരു തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കണം എന്ന നിർദ്ദേശമാണ് എനിക്ക് ഒടുവിൽ ഏതാണ്ട് ഉച്ചയ്ക്ക് 1:30 അത് ഔദ്യോഗികമായി ലഭിക്കുന്നത്. 2 പേര് മാത്രമാണ് ആ സന്ദേശത്തിലുള്ളത്. അതിൽ കൃത്യമായി പറയുന്നത് ഈ നടി രഞ്ജിനി നൽകിയ ഹർജി, ആ ഹർജിയിൽ കോടതി തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം മാത്രമാണ് റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഈ തരത്തിൽ ഒരു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ ഒളിച്ചുകളി കൃത്യമായി സംസ്ഥാന സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും ഉണ്ടെന്ന കൃത്യമായ സൂചനകളാണ് ഇന്നത്തെ ദിവസം കണ്ടത്. മാത്രവുമല്ല, സാംസ്കാരിക വകുപ്പ് ഓഫീസിൽ നിന്നും സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയിൽ നിന്നും ഏറ്റുവാങ്ങാനുള്ള നിർദ്ദേശമാണ് എനിക്ക് ഇമെയിൽ വഴി ലഭിച്ചത്. ഞാൻ ആദ്യം അപേക്ഷ നൽകിയത് സാംസ്കാരിക മന്ത്രിയുടെ ഓഫീസിലായിരുന്നു. അന്ന് മന്ത്രിയുടെ ഓഫീസ് അത് സാംസ്കാരിക വകുപ്പിലേക്ക് കൈമാറുകയായിരുന്നു. ഈ തരം കാര്യങ്ങൾ, ഇതിൻ്റെ തെളിവുകൾ കൃത്യമുണ്ടായിട്ട് പോലും ആശയക്കുഴപ്പമുണ്ടാകുന്ന രീതിയിലുള്ള പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ന്യായീകരിച്ചുകൊണ്ടാണ് മന്ത്രി തങ്ങളുടെ കയ്യിലല്ല ഈ റിപ്പോർട്ടുള്ളത്, തങ്ങൾക്കിതിൽ കൃത്യമായ റോളില്ല. അന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ 2019 ഡിസംബർ 31 ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറുമ്പോൾ അതിൻ്റെ കസ്റ്റോഡിയൻ അത് സാംസ്കാരിക വകുപ്പായിരുന്നു. ഇപ്പോഴും സാംസ്കാരിക വകുപ്പിൻ്റെ കൈവശം തന്നെയാണ് 300 പേജുള്ള ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുള്ളത്. കഴിഞ്ഞ 24-ന് ഈ
റിപ്പോർട്ടിൻ്റെ പകർപ്പ് നൽകാനായി 233 പേജായി വെട്ടിച്ചുരുക്കി. ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അത് ഫോട്ടോ കോപ്പി എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് 8 പേർക്ക് നൽകാനായി. പക്ഷേ ഇന്ന് രാഷ്ട്രീയ ഇടപെടൽ വന്നതോടെ തീരുമാനം മാറി മറിയുകയായിരുന്നു. സ്മൃതി, റോഷിപാൽ, എന്താണ് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്? നാളെ ഇപ്പോൾ രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഇനിയിപ്പോൾ അതിന്മേലും ആ ഹർജി തള്ളിക്കൊണ്ടുള്ള തീരുമാനം വന്നാൽ അടുത്ത തീരുമാനം എന്താകുമെന്നാണ് സൂചന. അതായത് ഈ ഹർജി നൽകുന്നവർ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു? രഞ്ജിനിയെ സംബന്ധിച്ച് രഞ്ജിനി ഇപ്പോൾ പ്രതികരിച്ചത് തനിക്ക് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിലല്ല പ്രശ്നം, അതിലുള്ള കാര്യങ്ങൾ മൊഴി നൽകിയ ആൾ എന്ന നിലയ്ക്ക് തനിക്ക് ആദ്യം അറിയണമെന്നുള്ളതാണ്. എല്ലാ മൊഴി നൽകിയ ആളുകൾക്കും ഈ തരത്തിൽ കമ്മിറ്റിയോ കമ്മീഷനോ റിപ്പോർട്ട് അങ്ങോട്ട് നൽകുന്ന പതിവില്ല. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ WCCയും പൂർണ്ണമായും തള്ളുന്നില്ല എന്നൊരു വസ്തുത കൂടി നമ്മുടെ മുന്നിലുണ്ട്. സ്മൃതി, ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ ഹർജി തിങ്കളാഴ്ച അതിൻ്റെ സാധുതയാണ് ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കുന്നത്. ഹർജി കഴിഞ്ഞ ദിവസം നൽകിയപ്പോൾ ആ ഹർജിയുമായി ബന്ധപ്പെട്ട സ്റ്റേ അനുവദിക്കാൻ ഡിവിഷൻ ബെഞ്ച് തയ്യാറായിരുന്നില്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഏതായാലും തിങ്കളാഴ്ച സാധുത പരിശോധിച്ച് ഹർജി പരിഗണിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും മേൽക്കോടതിയിലേക്ക് ഒരു പോരാട്ടത്തിന് നടി രഞ്ജിനി തയ്യാറെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രഞ്ജിനിയുടെ പ്രതികരണത്തിലൂടെ നമ്മൾ അത് വായിച്ചെടുക്കേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി നേരത്തെ നിർമ്മാതാവ് സജി മോൻ പാറയിലാണ് ആദ്യഘട്ടത്തിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. അതിന് ആ സമയത്തൊന്നും നടി രഞ്ജിനി ഇത്തരം ഒരു നിയമപരമായ ഇടപെടലിന് തയ്യാറായിരുന്നില്ല. ഇതിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ വിധി പുറത്തു വന്നതിന് ശേഷം ഇന്ന് റിപ്പോർട്ട് കൈമാറുമെന്ന് അറിഞ്ഞതിന് ശേഷം ഇന്നലെ വൈകിയാണ് ഇത്തരമൊരു ഇടപെടൽ നടി രഞ്ജിനിയുടെ അഭിഭാഷകന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഡിവിഷൻ ബെഞ്ച് തീരുമാനം വന്നാൽ പോലും തുടർ കോടതികളിലേക്ക് മേൽക്കോടതികളിലേക്ക് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ആവശ്യവുമായി മറ്റ് പലരും സിനിമാ മേഖലയിൽ നിന്നും മുന്നോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനൊപ്പം തന്നെ ഇനിയും ദീർഘകാലം ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇരുട്ടുമുറിയിൽ തന്നെ അടച്ചു വെക്കേണ്ടി വരും എന്ന കാര്യത്തിലും സംശയമില്ല. സ്മൃതി, ശരി. റോഷിപാലാണ് രാവിലെ മുതൽ ഈ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും. ആ റിപ്പോർട്ടിലൂടെ ആദ്യം പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാം, ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അത് സംഭവിച്ചില്ല. റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാനുള്ള നടപടികൾക്കാണ് സർക്കാരും പ്രാമുഖ്യം കൊടുക്കുന്നത്. ഇപ്പോൾ ചർച്ചയിലേക്ക് കിടക്കുന്നു. ആശ ആച്ചിയിലേക്ക് ആദ്യം. ആശ, WCC പ്രതിനിധിയാണ്. രഞ്ജിനി WCC അംഗമാണോ? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അതെ, രഞ്ജിനി അംഗമാണ്. അപ്പോൾ രഞ്ജിനി ഇങ്ങനെ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന WCCയുടെ നിലപാടിന് വിരുദ്ധമായ നിലപാടുമായി പോകുമ്പോൾ അത് WCC അറിഞ്ഞിരുന്നു? WCCയെ ആദ്യം അറിയിച്ചുകൊണ്ടല്ല രഞ്ജിനി അങ്ങനെ ചെയ്തത്. പക്ഷേ അതിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് ഇന്ന് മുഴുവൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ അത് അവരുടെ ഒരു റൈറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് WCC അതിനെ കാണുന്നത്. പക്ഷേ അതൊന്ന് വിശദീകരിക്കാമോ ആശ? കാരണം നമ്മുടെ മുന്നിൽ WCC ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞത്. നോക്കൂ, ഹൈക്കോടതി ഈ സജിമോൻ പാറയുടെ ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വരണം, പൊതുസമൂഹം ഈ വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. ഇത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ അന്തസ്സ് കാക്കാനുള്ള റിപ്പോർട്ടാണ്, അല്ലാതെ സിനിമാ മേഖലയിലെ പുരുഷന്മാരുടെ അവിഹിത കഥകൾ പുറത്തു പറയാനുള്ള റിപ്പോർട്ടല്ല, അല്ലെങ്കിൽ അവരുടെ സ്ത്രീപീഡന കഥകൾ ഇന്ന ആളുകൾ ഇതൊക്കെ ചെയ്തു എന്ന് വിളിച്ചു പറയുന്ന റിപ്പോർട്ടല്ല. ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല. സ്വകാര്യത മാനിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഹേമ കമ്മീഷനായാലും മൊഴിയെടുക്കുന്ന ഘട്ടത്തിലായാലും പിന്നീട് വിവരാവകാശ കമ്മീഷനായാലും ആ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് സ്വകാര്യത ലംഘിക്കപ്പെടുന്നത്? ആ ഒരു ആശങ്കയാണ് രഞ്ജിനിക്കിപ്പോൾ സർക്കാരിനെ സമീപിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. WCC ഒരു നിലപാട് പൊതുവായി സ്വീകരിക്കുന്നു, അത് പരസ്യമായി പറയുന്നു. അതിന് വിരുദ്ധമായി WCCയിൽ നിന്ന് തന്നെ ഒരു അംഗം പോകുന്നു. അത് അവരുടെ സ്വന്തം നിലപാടാണ് എന്നെങ്ങനെയാണ് WCC പറയുക? അങ്ങനെയെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണെങ്കിൽ എന്തിനാണ് ഈ സംഘടന? നോക്കൂ, WCC ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഫോം ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. WCC പ്രധാനമായി വിശ്വസിക്കുന്നത് ഒരു കളക്റ്റീവ് എന്നുള്ള രീതിയിലാണ്.
അപ്പോൾ ഇതുവരെ സംഘടനകൾ പ്രവർത്തിച്ച രീതിയിലല്ല WCC പലതിനെയും കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഞങ്ങളെയൊക്കെ ഓരോ കമന്റുകൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ ഞങ്ങൾ അതാത് സന്ദർഭങ്ങളിൽ അതാത് മെമ്പേഴ്സിന് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള അങ്ങനെയുള്ള ഒരു സംഘടനയാണ്, ഹൈറാർക്കി ഇല്ലാത്ത സംഘടനയാണ്. അതുകൊണ്ടാണ് കളക്റ്റീവ് എന്നറിയപ്പെടുന്നത്. കളക്റ്റീവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ വളരെ സുകേന്ദ്രീകൃതമായ ഒരു ഘടനയല്ല ഉള്ളത്. അപ്പോൾ തന്നെ ഇത് പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും രഞ്ജിനി ഈ രീതിയിലുള്ള ഒരു കാര്യം പറയാൻ ഇടയായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് അറിയാൻ സാധിച്ചില്ല. പക്ഷേ രഞ്ജിനി ഇന്നലെ അത് പറയുമ്പോൾ നമ്മൾ അതിനെ അവരുടെ ഒരു എന്താ പറയുന്ന ഒരു അംഗമെന്നുള്ള രീതിയിൽ മാത്രമല്ല, അവിടെ പോയി അത് മൊഴി കൊടുത്ത ഒരാളെന്നുള്ള രീതിയിൽ അവരത് ഉറക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ അതിന് ആ രീതിയിൽ ഉള്ള ഒരു എന്താണ് ഗവൺമെന്റ് എടുക്കാൻ പോകുന്നതെന്ന് നമ്മൾ നോക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ നിലപാട്. അതിൽ ഒരിക്കലും WCC ആസ് എ കളക്റ്റീവ് എടുത്തിട്ടുള്ള നിലപാടിന് വിരുദ്ധമായിട്ടല്ല ഇത് രഞ്ജിനി പറയുന്നതെന്ന് വീണ്ടും വീണ്ടും രഞ്ജിനി ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് രഞ്ജിനിയോട് ആ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യം സ്മൃതി, ഇത് ഞാൻ കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഏകദേശം 32 വർഷം മുമ്പാണ് ബൻവാരി ദേവി എന്ന് പറയുന്ന ആ ഗ്രാമീണയായ സ്ത്രീ അവരുടെ ഭർത്താവിന് മുമ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട് അങ്ങനെ അവരുടെ ആ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ 2013 പോഷ് ആക്ടിലേക്ക് വരുന്നത്, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെന്റ് ആക്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിരന്തരമായ സ്ത്രീകളുടെ മേലുള്ള പീഡനവും അക്രമങ്ങളും ഇപ്പോഴത്തെ കൽക്കട്ട ആ ഒരു അവസ്ഥയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ നിന്ന് മാത്രമാണ് നമ്മൾക്ക് പലപ്പോഴും നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രഷർ ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരുന്നതും ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ഇപ്പൊ 2013 നിയമം നമ്മൾ കോടതിയിൽ WCC കോടതിയിൽ പോകുന്നത് വരെ യഥാർത്ഥത്തിൽ കേരള ഫിലിം ഇൻഡസ്ട്രി പോഷ് ആക്ടില് യാതൊരു രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് വീണ്ടും ഒന്ന് ചലിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പോരാട്ടവും അല്ലെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളും അവര് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ എന്തിനാണ് പ്രൊട്ടക്ഷൻ, എന്തുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ ആവശ്യം വേണ്ടി വരുന്നത്, വർക്ക് സ്പേസിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ, അതായത് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് പലരും മൊഴി കൊടുത്തിട്ടുള്ളത്, എന്നിട്ട് പോലും അവർക്ക് ഇങ്ങനെ ഒരു സംഗതി ഗവൺമെന്റ് ഉറപ്പുകൊടുക്കുക എന്നുള്ളതാണ്, ഗവൺമെന്റ് ഉറപ്പുകൊടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്നാണ് WCC മനസ്സിലാക്കുന്നത്. ആ ഒരു പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ശരി, ശ്രീമതി കെ അജിത, ഈ WCC രൂപീകരിക്കപ്പെട്ട ഒക്കെ ഏത് ഘട്ടത്തിലാണെന്നത് അജിതയും ഓർക്കുന്നുണ്ടാകും. അതിനുശേഷം എന്തൊക്കെ വിപ്ലവകരമായ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. സിനിമാ മേഖലയിൽ സ്ത്രീകൾ, ഒരു പറ്റം സ്ത്രീകൾ വലിയ വില കൊടുത്തു തന്നെ സിനിമ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ടായി, അതിശക്തമായി പ്രതികരിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചിലരെങ്കിലും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ളത് ഒരു അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് WCC കരുതിയിരിക്കുന്നത്. ഇതിപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ ആദ്യം സജിമോൻ പാറയിൽ എന്നൊരു നിർമ്മാതാവ് കോടതിയെ സമീപിച്ചു. അത് പൊതു താല്പര്യമല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. ആ ഹർജി എടുത്ത് കളഞ്ഞു. ഇത് ജനം ചർച്ച ചെയ്യേണ്ടതുണ്ട്, പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് കോടതി വിലയിരുത്തി. പക്ഷെ അപ്പോഴും ആ റിപ്പോർട്ട് പുറത്തുവിടാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് WCCയിലെ തന്നെ ഒരംഗത്തിൻ്റെ നിലപാട് മൂലമാണ്. അതിനെ എങ്ങനെയാണ് അജിത കാണുന്നത്? തീർച്ചയായും വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഞാൻ ആ വാർത്ത കേട്ടത്. കാരണം നമുക്കറിയാം, നിങ്ങൾ പറഞ്ഞ പോലെ ഇതെങ്ങനെയാണ് ഈ WCC ഉണ്ടായത്. സിനിമാ ലോകത്തെ കാര്യങ്ങൾ പൊതുവെ എല്ലാവർക്കും അറിയുന്നതായിരുന്നു, എല്ലാവരും ചർച്ച ചെയ്യുന്നതൊക്കെയാണ്. പക്ഷേ അതിലിടപെടാൻ ആർക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ പ്രത്യേകിച്ചും ഈ പറഞ്ഞ സംഭവം, നടി നമ്മുടെ പീഡിപ്പിക്കപ്പെട്ട നടിയുടെ ആ ഇഷ്യൂ വന്നതിന് ശേഷം മാത്രമാണ് സമൂഹത്തിന് ഇത്തരം കേസുകളിൽ, ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ഒരു സാധ്യതയുണ്ടാകുന്നത്.
അങ്ങനെ ഇടപെട്ട് തുടങ്ങി. പിന്നെ കുറേ മീ-ടു കേസുകൾ വന്നു, മീ-ടു പിന്നെ വെളിപ്പെടുത്തലുകൾ വന്നു. ഇതൊക്കെ നമുക്ക് ചരിത്രമാണ്, ഇതൊക്കെ നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഈ ഹേമ കമ്മീഷൻ എന്നുള്ള ഒരു ഔദ്യോഗിക കമ്മീഷൻ സർക്കാർ നിയോഗിക്കുന്നു എന്ന് കണ്ടപ്പം തീർച്ചയായും ഞങ്ങളെല്ലാവരും വളരെ സന്തോഷിച്ചു. കാരണം ഈ ഹേമ കമ്മീഷൻ, ജസ്റ്റിസ് ഹേമയെ പറ്റി ഞങ്ങൾക്കറിയാം. അവരിൽ നിന്നും നീതി കുറച്ചെങ്കിലും ഈ പ്രശ്നങ്ങളോട് നീതി പുലർത്തുന്ന സമീപനം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നൊരു വിശ്വാസം എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അങ്ങനെ ഹേമ കമ്മീഷൻ ഈ കാര്യം സിനിമ ഇൻഡസ്ട്രിയിലെ ഇത്തരം പ്രശ്നങ്ങൾ, അതായത് തൊഴിലിടത്തെ ലൈംഗിക പീഡനം എന്നുള്ള ഇഷ്യൂ പിന്നെ അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ ഒരു കമ്മീഷൻ വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയൊരു മാറ്റം സിനിമാ ലോകത്തുണ്ടാകും എന്ന് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചു എന്നുള്ളത് വാസ്തവമാണ്. ഈ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടു കൂടി, സ്ത്രീകൾക്ക് സ്വന്തം കഴിവുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ, അവിടെ സ്വന്തം അഭിമാനവും വ്യക്തിത്വവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മേഖലയിൽ തൊഴിൽ ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സർക്കാർ ഇങ്ങനൊരു നിലപാടെടുത്തപ്പം യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ സന്തോഷിച്ചു. പക്ഷേ ഇത് പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? 4.5 വർഷത്തോളം അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഈ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഒക്കെ തയ്യാറായതിന് ശേഷവും ഇത് ഫ്രീസറിൽ വെച്ച ഒരവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത്. ഇത് ശരിക്കും എത്രയോ കോടി രൂപ സർക്കാർ എക്സ്ചക്കറിൽ നിന്ന് ചെലവാക്കിയിട്ടാണ് ഈ കമ്മീഷൻ നിലനിൽക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതും. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഇങ്ങനെയൊരു കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് അറിയാൻ ജനങ്ങൾക്ക് അവകാശമില്ലേ? ഹൈക്കോടതി വരെ ഇപ്പോൾ അവസാനം അംഗീകരിച്ചു കഴിഞ്ഞു ഇത് പുറത്തു വരേണ്ടതാണെന്ന്. എന്തുകൊണ്ട് സർക്കാർ ഇതിൽ ഒരു സ്ട്രോങ് നിലപാടെടുക്കുന്നില്ല? ഏതൊക്കെയോ താല്പര്യങ്ങൾ മറച്ചു വെക്കാനുള്ള ഒരു താല്പര്യം ആർക്കാണുള്ളത് എന്നുള്ളത് ജനങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. ഇതൊന്നും ഇപ്പോൾ രഞ്ജിനി വന്നു, ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും വരുമോ? നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഇത് പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ പല ഗൂഢാലോചനകളും പല ഭാഗത്തും നടക്കുന്നുണ്ടോ? സ്ഥാപിത താല്പര്യക്കാർ വളരെയേറെയുള്ള ഒരു മേഖലയാണ് സിനിമാ മേഖല, അത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മൂടിവെക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പിന്നെ എന്താ പറയുക, സത്യാവസ്ഥ, ജനങ്ങൾക്കിതിൻ്റെ യഥാർത്ഥ ചിത്രം കാണാനുള്ള അവകാശത്തെ നിഷേധിക്കുക, ഏറ്റവും അടിസ്ഥാനപരമായി ഈ അവകാശത്തെ നിഷേധിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ശരിക്കും ചോദ്യം ചെയ്തേ പറ്റൂ. ഈ റിപ്പോർട്ട് ഏറ്റവും അടിയന്തരമായി പുറത്ത് വന്നേ പറ്റൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ആരെയും നേരത്തെ പറഞ്ഞ പോലെ ആരെയും പീനലൈസ് ചെയ്യാനോ ഒന്നുമല്ല. പുതിയ തരത്തിൽ സിനിമാ വ്യവസായത്തെ മാറ്റിയെടുക്കാനും സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ ആത്മാഭിമാനവും സ്ത്രീകളുടെ കഴിവുകളും സ്വാതന്ത്ര്യവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു തൊഴിലിടം ഉണ്ടാക്കാൻ അതിനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ, അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലൂടെ. പുറത്തു വരാതിരിക്കാൻ കുറേ ശ്രമങ്ങൾ നടന്നു. അവസാനം ഇത് WCC തന്നെ പുറത്തു കൊണ്ടുവന്നു. അതായത് എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് പറഞ്ഞിട്ട് സർക്കാരിന് സമ്മർദ്ദം ചെലുത്തി തുടങ്ങി. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയ സർക്കാർ തന്നെ അത് മൂടി വെച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതൊന്ന്. ഇനി ഇപ്പോഴും ആരാണ് ഇവിടെ കളിക്കുന്നത്?